എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും സൈലം ലേണേഴ്സ് നടത്തുന്ന പബ്ലിക് യൂട്യൂബ് ലൈവിലേക്ക് സ്വാഗതം. മിഷൻ 2021 റാപ്പിഡ് റിവിഷൻ ഇന്ന് ഫിസിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇനി മുന്നോട്ടും ഇതുപോലെ ഫിസിക്സിൻ്റെയും മറ്റ് സബ്ജക്റ്റുകളെയും ക്ലാസ്സുകൾ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻറ്റർ ഓഫ് മാസ്. ആദ്യമേ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ. സെൻറ്റർ ഓഫ് മാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഈ യൂട്യൂബ് ലൈവിൽ ഇപ്പോൾ സന്നിഹിതരായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ: എല്ലാ ബോഡിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടോ? സെൻറ്റർ ഓഫ് മാസ് ഇല്ലാത്ത ഏതെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഏതെങ്കിലും ബോഡി ഉണ്ടോ? പ്ലീസ് ആൻസർ. ഞാൻ തന്നെ ആൻസർ പറയാം. സെൻറ്റർ ഓഫ് മാസ് ഇല്ലാത്ത സിസ്റ്റമോ ബോഡിയോ ഒന്നുമില്ല. ഈവൻ നമ്മുടെ യൂണിവേഴ്സിന് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനെ പല ആംഗിളിൽ പല സ്ഥലത്ത് നിന്ന് നോക്കുക. എർത്തിൽ നിന്ന് മാത്രമല്ല, ഗോ ടു അനദർ പ്ലാനറ്റ്, ഗോ ടു അനദർ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. ഈ എർത്തിൻ്റെ ബോഡികളിലെ നമ്മൾ സെലിസ്റ്റിയൽ ബോഡി, എർത്തിൻ്റെ അല്ല പ്രപഞ്ചത്തിൻ്റെ ബോഡികളെ നമ്മൾ സെലിസ്റ്റിയൽ ബോഡി എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ മോഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷനാണ്. പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ സെലിസ്റ്റിയൽ ബോഡികളുടെ മോഷൻ പല തരത്തിൽ നമുക്ക് തോന്നിക്കാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷൻ. ആ മോഷനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മോഷൻ ഏറ്റവും കോംപ്ലിക്കേഷൻ കുറഞ്ഞു കാണണമെങ്കിൽ, നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിലെ പല ബോഡികളെയും നിങ്ങൾ നോക്കുക. മോഷൻ ഏറ്റവും കുറഞ്ഞ കോംപ്ലിക്കേഷനിലായിരിക്കും നിങ്ങൾ കാണുക. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മോഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ആ മോഷൻ ഏറ്റവും കുറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്താണ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ റെലവൻസ് എന്താണ്? സെൻറ്റർ ഓഫ് മാസിൻ്റെ ബിഹേവിയർ എന്താണ്? എക്സ്പെഷ്യലി ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ലൈവിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് കുറച്ച് സമയം ഞാൻ ഇതിൻ്റെ തിയറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആദ്യമേ തന്നെ നമുക്കൊരു ബോഡിയെ കൺസിഡർ ചെയ്യാം. ആ ബോഡി എവിടെയാണെന്ന് ചോദിച്ചാൽ നോവെയർ ഇൻ ദ എർത്ത്, എർത്തിലല്ല, ഗ്രാവിറ്റി ഇല്ലാത്ത ഫ്രീ സ്പേസിലാണെന്ന് വിചാരിക്കുക. ഈ ഫ്രീ സ്പേസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ് ദെയർ. അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാത്ത അങ്ങനെ ഒരു റീജിയൻ നിങ്ങൾ ആലോചിക്കുക. അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല, എയർ ഫ്രിക്ഷൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ബോഡിയിൽ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ലുക്ക്, എ ബോഡി, ദിസ് ഈസ് ദ ബോഡി on which an impulsive force is applied. Impulsive force എന്ന് പറഞ്ഞാൽ എന്താ? എ ഹൈ ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ ആ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോഡിയുടെ മോഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? ഒരു ട്വിസ്റ്റിങ്ങും ടേണിങ്ങും ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് മോഷനാണ് ബോഡി ചെയ്യുന്നത്. പക്ഷെ അതിലെ ഒരു പാർട്ടിക്കിൾ, ഓൺലി വൺ പാർട്ടിക്കിൾ ഇൻ ദ ബോഡി അണ്ടർഗോസ് ഓൺലി ലീനിയർ മോഷൻ. നോക്കിയേ, ഈ പാർട്ടിക്കിളിനെ നോക്കി, അത് ലീനിയർ മോഷൻ മാത്രമാണ് ചെയ്യുന്നത്. അത് റൊട്ടേഷൻ മോഷൻ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് ഓൺലി ലീനിയർ മോഷൻ. ഓക്കെ, അങ്ങനെ ലീനിയർ മോഷൻ മാത്രം ചെയ്യുന്ന ആ ബോഡിയെയാണ് ആ പാർട്ടിക്കിളിനെയാണ് അല്ലെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുക. അപ്പം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കായിട്ടുണ്ടാവും. എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് ഈ തിയറിയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഡെഫിനിഷൻ ഏകദേശം ഒരു ഐഡിയ ബിൽഡപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ഫോഴ്സ് നിങ്ങൾ എവിടെ, ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫോഴ്സ് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്താലും, ഈ ഫോഴ്സ് ഫോർ ദ ടൈം ഇന്റർവെൽ, ഈ ഇമ്പൾസീവ് ഫോഴ്സ് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്താലും ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഇത് തന്നെയായിരിക്കും. ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാത്രം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വേർ യു അപ്ലൈ ഫോഴ്സ്. ഓക്കെ, ഇനി ഇതൊരു റെഗുലർ ബോഡി ആണല്ലോ ഞാൻ വരച്ചത്. ഇനി ഒരു ഇറഗുലർ ബോഡിയുടെ കാര്യം എടുക്കാം. എല്ലാ ബോഡിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊരു ഡംബൽ പോലത്തെ അല്ലെങ്കിൽ ഒരു ഗദ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ഒരു ബോഡിയാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ബോഡിക്ക് നമ്മളൊരു ഇമ്പൾസീവ് ഫോഴ്സ് കൊടുത്താൽ ആ ബോഡിയുടെയും ഒരു പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ്, കണ്ടോ ഈ പോയിന്റ്, ആ പോയിന്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല.
It is not doing circular motion. It is doing only linear motion. വേറെ ഏത് പോയിന്റ് നിങ്ങൾ എടുത്തോ, അതിന് ട്രാൻസ്ലേറ്റർ മോഷനും ഉണ്ട്, റൊട്ടേഷൻ മോഷനും ഉണ്ട്. ബാക്കി ആ ബോഡിയുടെ എല്ലാ പാർട്ടുകളിലും രണ്ട് തരം മോഷനാണ്, റൊട്ടേഷൻ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ മോഷൻ. പക്ഷെ ഒരു പാർട്ടിക്കിളിന് മാത്രം ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ ഉള്ളൂ. ആ പോയിന്റിനെയാണ് നമ്മൾ ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് ഒന്നിൽ കൂടുതൽ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുമോ? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എവറി ബോഡി ഹാസ് ഗോട്ട് എ സിംഗിൾ സെന്റർ ഓഫ് മാസ്. ഇനിയും നമ്മൾ ഡയറക്ട്ലി ഫോഴ്സ് സെന്റർ ഓഫ് മാസിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ബോഡിക്ക് എന്ത് സംഭവിക്കും? ഈ കേസിൽ നമ്മൾ ഫോഴ്സ് എവിടെയാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കി. ദ ഫോഴ്സ് വാസ് നോട്ട് അപ്ലൈഡ് ഓൺ സെന്റർ ഓഫ് മാസ്. ഇനി ഡയറക്ട്ലി സെന്റർ ഓഫ് മാസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ബോഡി ടേൺ ചെയ്യില്ല, എന്ന് പറഞ്ഞാൽ ബോഡി റൊട്ടേറ്റ് ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യും? ബോഡി ആസ് എ ഹോൾ വിൽ അണ്ടർഗോ ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പം എല്ലാ പാർട്ടിക്കിളും ട്രാൻസ്ലേഷൻ മോഷനിലായിരിക്കും വിത്ത് സെയിം വെലോസിറ്റി. എല്ലാ പാർട്ടിക്കിളിനും, ബോഡിയുടെ എല്ലാ പാർട്ടിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് ഹാവ് എ റൊട്ടേഷണൽ മോഷൻ, ഇറ്റ് വിൽ ഹാവ് ഓൺലി ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പൊ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി ഏതാണെന്ന് വെച്ചാൽ പല പോയിന്റുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ഹിറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പോയിന്റിൽ, ഫോർ എക്സാമ്പിൾ ഈ പെന്നിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഇവിടെ ഹിറ്റ് ചെയ്യുക, എന്നിട്ട് ഈ പെൻ ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമാണോ ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ബോഡി വിൽ ഹാവ് ഓൺലി ട്രാൻസ്ലേഷൻ മോഷൻ, നോ റൊട്ടേഷൻ മോഷൻ. അങ്ങനെ ഒരു പോയിന്റ് എല്ലാ ബോഡിക്കും ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുക. ഓക്കെ, ഇനിയും ഇതൊരു ഇറഗുലർ ബോഡി ഞാൻ എടുത്തു, സെന്റർ ഓഫ് മാസ്. ഇതിനും സെന്റർ ഓഫ് മാസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ബോഡി അണ്ടർഗോസ് ഓൺലി ട്രാൻസ്ലേഷണൽ മോഷൻ, നോ റൊട്ടേഷണൽ മോഷൻ. ഇനിയും രണ്ട് പാർട്ടിക്കിൾ, ഓരോ ബോഡിക്കും സെന്റർ ഓഫ് മാസ് ഉണ്ട്, അതുപോലെ ഒരു സിസ്റ്റത്തിനും സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പെന്നിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്, ഈ പെന്നിന് വേറൊരു സെന്റർ, ഇതിന് സ്വന്തമായിട്ടൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്, ഇതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്, ഈ സിസ്റ്റത്തിന് വേറൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. അപ്പൊ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്. അപ്പം ഈ മാസസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഈ മാസം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഈ മാസം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഈ മാസിന്റെ സെന്റർ ഓഫ് മാസ്, ഈ മാസസുകളുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഇതിന്റെ മാസ് അറിയില്ല, ഇതിന്റെ മാസും അറിയില്ല, ഇതിന്റെ കോർഡിനേറ്റ് അറിയില്ല, ഇതിന്റെ കോർഡിനേറ്റും അറിയില്ല. നിങ്ങളുടെ രണ്ട് ബോഡി തന്നു, നിങ്ങൾ ഫ്രീ സ്പേസിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് ബോഡി ഫ്രീ സ്പേസിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഓക്കെ, അത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ. മാസ് ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ അട്രാക്ഷനോ ഉണ്ടാവും. സം സോർട്ട് ഓഫ് ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഈസ് ദെയർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ആ പാർട്ടിക്കിളിനെ അവിടെ നിങ്ങൾ വെറുതെ വിടുക, എന്നിട്ട് അതിനെ മൂവ് ചെയ്യാൻ അനുവദിക്കുക. ഫോർ എക്സാമ്പിൾ മാസ് ആണെന്ന് വിചാരിക്കുക. ഈ മാസ്, ഫസ്റ്റ് മാസ് ഈസ് പുൾഡ് ബൈ സെക്കൻഡ് മാസ്, സെക്കൻഡ് മാസ് ഈസ് ബീങ് പുൾഡ് ബൈ ഫസ്റ്റ് മാസ്. അപ്പൊ ഈ രണ്ട് മാസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സ്ലോലി മൂവ് ചെയ്ത് ഈ രണ്ട് മാസും ഏതെങ്കിലും ഒരു പോയിന്റിൽ വരുമ്പോൾ കൊളൈഡ് ചെയ്യും. കണ്ടോ, ഫസ്റ്റ് ബോഡി, സെക്കൻഡ് ബോഡി, ഇവ കൊളൈഡ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്, ഈ രണ്ട് പാർട്ടികളുടെ സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ആക്ച്വലി മാത്തമെറ്റിക്കൽ ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഒരു ഇറഗുലർ ലാമിനയുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ പല പോയിന്റുകളിൽ നമ്മൾ ഹാങ് ചെയ്താൽ മതി. സെന്റർ ഓഫ് മാസ് എപ്പോഴും ഒരു വെർട്ടിക്കൽ ലൈനിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ വെർട്ടിക്കൽ ലൈനുകൾ പല പോയിന്റുകളിൽ നിങ്ങൾ ഹാങ് ചെയ്യുമ്പോൾ ആ വെർട്ടിക്കൽ ലൈനുകൾ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെന്റർ ഓഫ് മാസ്. അപ്പോൾ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ഉള്ള ട്രിക്ക് നമ്മൾക്ക് മനസ്സിലായി. ഇനിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡി ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരാബോളിക് പാത്തിൽ പോകും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ അണ്ടർഗോ ഇറ്റ് വിൽ ട്രാൻസ്വേഴ്സ് എ പരാബോളിക് പാത്ത്. ഓക്കെ, പ്രൊജക്റ്റൈലിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഈ ചിലപ്പം ഈ ബോഡിയുടെ എല്ലാ പാർട്ടിക്കിളും പരാബോളിക് പാത്തിലായിരിക്കും പോകുന്നത്. എല്ലാ പാർട്ടിക്കിളും, ബോഡിയുടെ ഏത് പാർട്ടിക്കിൾ എടുത്താലും പരാബോളിക് പാത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് ഓൺലി കർവി ലീനിയർ മോഷനേ ഉണ്ടാവുള്ളൂ ബോഡിക്ക്. ചിലപ്പം ബോഡി എന്ത് ചെയ്യും, റൊട്ടേറ്റും കൂടെ ചെയ്തിട്ടായിരിക്കും ഈ പരാബോളിക് പാത്തിൽ പോകുന്നത്. അപ്പോൾ ബോഡിയുടെ എല്ലാ പോയിന്റ് എടുത്താലും പരാബോളിക് പാത്ത് ആയിരിക്കുകയല്ല, ഒരൊറ്റ പോയിന്റ് മാത്രം പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഓൺലി വൺ പോയിന്റ്, കണ്ടോ, ഈ പോയിന്റ് മാത്രം പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ആ പോയിന്റ് ആണ് ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്.
അപ്പോൾ ഒരു ബോഡിയെ തരികയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ത്രോ ഇറ്റ്. എന്നിട്ട് അതിൻ്റെ ഏത് പാർട്ടിക്കിളാണ് പരാബോളിക് പാത്ത് മാത്രം ഫോളോ ചെയ്യുന്നത്, കോംപ്ലിക്കേഷൻ മോഷൻ ഇല്ലാതെ ജസ്റ്റ് പരാബോളിക് പാത്ത് മാത്രം ഫോളോ ചെയ്യുന്നത് നോക്കിയാൽ മതി. അതായിരിക്കും ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ്. ഇനിയും ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അല്ല. പാർട്ടിക്കിൾ ഇൻ ദ സെൻസ് ഒരു പോയിന്റേ അല്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബോംബാണെന്ന് വിചാരിക്കുക. അത് ഒരു പരാബോളിക് പാത്തിൽ ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോംബ് അതിൻ്റെ പാത്തിൽ എവിടെയെങ്കിലും എക്സ്പ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സ്പ്ലോഡ് ചെയ്ത് പല പാർട്സ് ആയിട്ട് അത് പല ഡയറക്ഷനിൽ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയാം ഈ ബോംബ് ഇവിടെ നിന്ന് ഇവിടം വരെ പരാബോളിക് പാത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ പ്രൊജക്ടൈൽ അപ് ടു ഹിയർ. എന്നിട്ട് അതിൻ്റെ ഓരോ പോയിന്റ് ഓരോ പാർട്ടും സെപ്പറേറ്റ് പ്രൊജക്ടൈലായി സെപ്പറേറ്റ് പരാബോളിക് പാത്തിൽ പോകും. അപ്പം അതിൽ ഒരു ഈ ഫ്രാഗ്മെന്റ്സിന്റെ എല്ലാം സെന്റർ ഓഫ് മാസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ ഫ്രാഗ്മെന്റ്സിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഈ പരാബോളിക് പാത്തിന്റെ കണ്ടിന്യൂറ്റിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് എക്സ്പ്ലോഷന് മുമ്പും എക്സ്പ്ലോഷൻ കഴിഞ്ഞും അതിന്റെ സെന്റർ ഓഫ് മാസ് പരാബോളിക് പാത്തിലേ പോവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഹാസ് ലിറ്റിൽ റെസ്പെക്ട് ടുവേഴ്സ് ഇന്റേണൽ ഫോഴ്സ്, ഇറ്റ് റെസ്പെക്ട്സ് ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിന്റെ മോഷനെ സ്വാധീനിക്കാൻ പറ്റുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ്. ഇന്റേണൽ ഫോഴ്സ് ഹാസ് നോ സേ ടു ഇറ്റ്. ഓക്കെ, ഇനിയും സെൻറ്റർ ഓഫ് മാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു പാർട്ടിക്കിൾ ആണെന്ന്. ഈസ് ഇറ്റ് റിയലി എ പാർട്ടിക്കിൾ ഓർ ഈസ് ഇറ്റ് എ പോയിന്റ്? അവിടെ സെൻറ്റർ ഓഫ് മാസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? സെൻറ്റർ ഓഫ് മാസിൽ പാർട്ടിക്കിൾ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? ലെറ്റ് മീ സീ, വന്നിട്ടുള്ള ചാറ്റ് ഒന്ന് ഞാൻ ചോദിച്ച് നോക്കിക്കോട്ടെ. സെൻറ്റർ ഓഫ് മാസിൽ പാർട്ടിക്കിൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? അതൊരു പോയിന്റ് ആണോ പാർട്ടിക്കിൾ ആണോ? സി, സെൻറ്റർ ഓഫ് മാസിൽ പാർട്ടിക്കിൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഉണ്ടായിക്കൂടാന്നുമില്ല. There needn't be a material particle necessary at the site of center of mass. For example, ഇതൊരു ഡിസ്ക് ആണ്. ഈ ഡിസ്കിന്റെ സെൻറ്റർ ഓഫ് മാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ട്. ഇതൊരു റിംഗ് ആണ്. അതിന്റെ സെൻറ്റർ ഓഫ് മാസ് അതിന്റെ ജോമെട്രിക് സെൻറ്റർ ആയിരിക്കും. റിംഗ് യൂണിഫോം റിംഗ് ആണെങ്കിൽ, യൂണിഫോം ആയിരിക്കണം കേട്ടോ, യൂണിഫോം റിംഗ് ആണെങ്കിൽ അതിന്റെ സെൻറ്റർ ഓഫ് മാസ് അതിന്റെ സെൻറ്റർ ആയിരിക്കും. ഇതൊരു യൂണിഫോം ഡിസ്ക് ആണെങ്കിൽ അതിന്റെ സെൻറ്റർ ഓഫ് മാസ് അതിന്റെ സെൻറ്ററിലായിരിക്കും. ഡിസ്കിന്റെ കേസിൽ അതിന്റെ സെൻറ്റർ ഓഫ് മാസിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ റിംഗിന്റെ കേസിൽ അതിന്റെ സെൻറ്റർ ഓഫ് മാസിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഇല്ല. അപ്പം എന്താണ് മോറൽ ഓഫ് ദ സ്റ്റോറി ഹിയർ? മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ദിസ്: സെൻറ്റർ ഓഫ് മാസ് need not necessarily have a material particle there. സെൻറ്റർ ഓഫ് മാസിന് നെസസറിലി ആയിട്ട് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ടാവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ്. ഇറ്റ് ഈസ് മോർ മാത്തമെറ്റിക്കൽ ദാൻ ഫിസിക്കൽ. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് ആണ്, ഫിസിക്കൽ കൺസെപ്റ്റിനെ കഴിഞ്ഞും. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഫിസിക്കൽ റെലവൻസ്. അതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് ആണല്ലോ, അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടല്ലോ എന്ന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇറ്റ് ഈസ് വെരി വെരി റെലവൻറ്റ് ആസ് ഫാർ ആസ് ഫിസിക്സ് ഈസ് കൺസേൺഡ്. ഓക്കെ, നൗ ഇപ്പം വരെ നമ്മൾ എന്താണ് കണ്ടത്? ഈ ലൈവിൽ ഇപ്പം വരെ നമ്മൾ കണ്ടത് ഇതാണ്: സെൻറ്റർ ഓഫ് മാസ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ, ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഇസ് എ മാത്തമെറ്റിക്കൽ പോയിന്റ്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, ദ ബോഡി ഹാസ് ഓൺലി ട്രാൻസ്ലേഷൻ മോഷൻ. ഡയറക്റ്റ് ഫോഴ്സ് സെൻറ്റർ ഓഫ് മാസിലാണ് കൊടുക്കുന്നതെങ്കിൽ ബോഡി വിൽ നോട്ട് ഹാവ് റൊട്ടേഷൻ മോഷൻ, ഇറ്റ് വിൽ ഹാവ് ഓൺലി ട്രാൻസ്ലേഷൻ മോഷൻ. There needn't necessarily be any material particle in center of mass. ഓക്കെ, ഇനിയും എങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക? ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. പല രീതിയിൽ പല ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ചുകൊണ്ട് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ഇനി സെൻറ്റർ ഓഫ് മാസ് മാത്തമെറ്റിക്കലി സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു റെസിപ്പി ഉണ്ട്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ റെസിപ്പി ഉള്ളതുപോലെ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ മാത്തമെറ്റിക്കൽ റെസിപ്പി ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഫിസിക്കൽ ഡെറിവേഷൻ അതിനില്ലേ? എന്നുണ്ട്, ഫിസിക്കൽ ഡെറിവേഷൻ ഉണ്ട്. വി ക്യാൻ ഡിറൈവ് ദ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ഫിസിക്കൽ ഗ്രൗണ്ട്. ഓക്കെ, ഈസിയാണ്. അത് ഏതെങ്കിലും താല്പര്യമുള്ള കുട്ടികൾ ഏതെങ്കിലും ബുക്കിൽ നോക്കിക്കൊള്ളുക. സ്റ്റാൻഡേർഡ് ബുക്കിൽ ഇഷ്ടം പോലെ അതിൻ്റെ ഡെറിവേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ലൈവിൽ അതിലേക്ക് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മാത്തമെറ്റിക്കൽ റെലവൻസിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു M1 മാസ് whose coordinate is x1. ഇതാണ് ഒറിജിൻ കേട്ടോ, ദിസ് ഈസ് ദ ഒറിജിൻ. അപ്പോൾ x1 ഈസ് ഇറ്റ്സ് കോർഡിനേറ്റ്. അതുപോലെ യു ഹാവ് എ മാസ് M2 whose coordinate is x2. ഓക്കെ, അപ്പം നമുക്ക് എന്തുണ്ട്? M1 ഉണ്ട്, x1 ഉണ്ട്, M2 ഉണ്ട്, x2 ഉണ്ട്. ഈ 4 കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് എന്താണ് വേണ്ടത്? ഈ 2 ബോഡിയും x ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്.
അപ്പം നമുക്ക് രണ്ട് ബോഡിക്കും എക്സ് കോർഡിനേറ്റേ ഉള്ളൂ, വൈ കോർഡിനേറ്റ് ഇല്ല. വൈ കോർഡിനേറ്റ് രണ്ട് ബോഡിക്കും 0 ആണ്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിനും വൈ കോർഡിനേറ്റ് ഉണ്ടായില്ല, എക്സ് കോർഡിനേറ്റ് ഉണ്ട്. ബോഡിക്ക് എത്ര കോർഡിനേറ്റ് ആണുള്ളത്, സിസ്റ്റത്തിലെ ബോഡികൾക്ക് എത്ര കോർഡിനേറ്റ് ഉണ്ടോ അത്രയും കോർഡിനേറ്റ് സെൻറ്റർ ഓഫ് മാസിനുണ്ടാവും. സിസ്റ്റത്തിലെ ബോഡിക്ക് 3 കോർഡിനേറ്റ് ഉണ്ട്, സെൻറ്റർ ഓഫ് മാസിന് 3 കോർഡിനേറ്റ് ഉണ്ടാവും. എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് ഉണ്ടാവും. ഒറ്റ കോർഡിനേറ്റ് ഉള്ളെങ്കിൽ ഒറ്റ കോർഡിനേറ്റ് ഇതിനും ഉണ്ടാവും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ട മാത്തമെറ്റിക്കൽ ഫോർമുല ഇതാണ്. ഏതാണ്? XCM, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ സം ഓഫ് മാസസ്. സം ഓഫ് മാസസ് എന്താണ്? M1 പ്ലസ് M2. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസുകളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. M1ഉം M2ഉം ഈക്വൽ ആണെങ്കിൽ എവിടെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ്? M1ഉം M2 ഈക്വൽ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ബൈ 2 ആയിരിക്കും. ആവറേജ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഈ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ ഫോർമുലയുമായിട്ട് മാത്സിൽ നിങ്ങൾ +1 പഠിക്കുന്ന സെക്ഷൻ ഫോർമുലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഗിവൺ ലൈനിനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാനുള്ള സെക്ഷൻ ഫോർമുല ഉണ്ടല്ലോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തന്നെയാണോ ഇത് എന്ന് നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യുക. ഓക്കെ, സെക്ഷൻ ഫോർമുലയുമായിട്ട് നിങ്ങളിത് കമ്പയർ ചെയ്യുക. അപ്പം XCM എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആവറേജ് ആണ്. സി ദിസ് ഈസ് ആൻ ആവറേജ് ബിക്കോസ് യു ആർ ഡിവൈഡിങ് ഇറ്റ് വിത്ത് മാസ്. അപ്പോൾ ഇതൊരു ആവറേജ് ആണ്, സംശയമില്ല. എന്ത് ആവറേജ് ആണ്? ഒരു ഡയറക്റ്റ് ആവറേജ് അല്ല. x1ൻ്റെ x2ൻ്റെ ആവറേജ് അല്ല, ഇത് ആവറേജ് ആണ്. x1ൻ്റെ x2ൻ്റെയും ഏത് അരിത്തമെറ്റിക് ആവറേജ് ആണ്. പക്ഷേ ഇവിടെ അതല്ല, അരിത്തമെറ്റിക് ആവറേജ് അല്ല, മാസ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. മാസ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആവറേജ് എടുക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം നോക്കാം. XCM എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് എന്താണ്? മാസ് വെയ്റ്റഡ് ആവറേജ് ഓഫ് x1 ആൻഡ് x2. ലെറ്റ് മീ റൈറ്റ് മാസ് വെയ്റ്റഡ് എന്ത്? ആവറേജ് ഓഫ് ആരുടെ? x1 ആൻഡ് x2. x1ൻ്റെ x2ൻ്റെ ആവറേജ് ആണ്, പക്ഷേ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് മാസ് ആൻഡ് ഡിവൈഡ് ഇറ്റ് വിത്ത് മാസ്. ഓക്കെ, x1നെ M1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x2നെ M2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ മാസ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാൻ പറ്റും. മാസസ് ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ സിമ്പിൾ ആവറേജ് എന്ന് പറയാനും പറ്റും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഫോർമുല ആയതുകൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് മച്ച് ടൈം ഓൺ ഇറ്റ്. ഇനിയും സപ്പോസ് പൊസിഷൻ വെക്ടർ ആണ്, രണ്ട് പാർട്ടികളും എക്സ് ആക്സിസിൽ അല്ല എന്ന് വിചാരിക്കുക. അത് ഫ്രീ സ്പേസ് ഫ്രീ സ്പേസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്പേസിലാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് പാർട്ടിക്കിളും വിത്ത് റെസ്പെക്ട് ടു സം ഒറിജിൻ ദേ ഹാവ് പൊസിഷൻ വെക്ടേഴ്സ് R1 ആൻഡ് R2 വിത്ത് റെസ്പെക്ട് ടു സം ഒറിജിൻ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനും ഒരു പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ടാവും, RCM. R1 is the position coordinate of M1, R2 is the position coordinate of M2, RCM is equal to position coordinate of XCM. അപ്പോൾ RCM ഒരു വെക്ടർ അല്ലേ കുട്ടികളെ? എല്ലാ വെക്ടറിനും ഒരു 3 കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ RCMൻ്റെ കമ്പോണൻറ്റ് ഞാനിവിടെ എഴുതാം. RCM എന്ന് പറഞ്ഞാൽ ആദ്യമേ അതിൻ്റെ കമ്പോണൻ്റ് എഴുതുകയാണ്. XCM ഒരു കമ്പോണൻറ്റ്, XCM I പ്ലസ് YCM J പ്ലസ് ZCM K. കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ ആ വെക്ടറിനെ. അതുപോലെ R1നും 3 കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ. വെക്ടർ R1 ഈസ് ഈക്വൽ ടു x1 I ഒരു കമ്പോണൻറ്റ്, y1 j രണ്ടാമത്തെ കമ്പോണൻറ്റ്, z1 k. അതുപോലെ R2വിനും നമുക്ക് 3 കമ്പോണൻ്റ് ഉണ്ട്, x2 I y2 j പ്ലസ് z2 k. ഓക്കെ, ഇത് നമുക്കറിയാമെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പോൾ RCMൻ്റെ ഫോർമുല എന്താണ്? RCM സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ M1 R1, ഇതൊരു വെക്ടർ ഇക്വേഷൻ ആണ് കേട്ടോ, പ്ലസ് M2 R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതൊരു വെക്ടർ ഇക്വേഷൻ ആണ്. ഒരു വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 സ്കലാർ ഇക്വേഷന് ഈക്വലൻ്റ് ആണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം F ഈസ് ഈക്വൽ ടു MA എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ, MA എന്ന് വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം FX ഈസ് ഈക്വൽ ടു MAX, FY ഈസ് ഈക്വൽ ടു MAY, FZ ഈസ് ഈക്വൽ ടു MAZ എന്നാണ്.
എന്ന് പറഞ്ഞാൽ ഈച്ച് വെക്ടർ ഇക്വേഷൻ ഈസ് ഈക്വലൻ ടു 3 സ്കലാർ ഇക്വേഷൻ. അതുപോലെ ഈ വെക്ടർ ഇക്വേഷനും നമുക്ക് 3 സ്കലാർ ഇക്വേഷൻ ആക്കാം. വാട്ട് ആർ ദോസ് സ്കലാർ ഇക്വേഷൻ? ലെറ്റ് മീ യൂസ് അനദർ ഇങ്ക്. ഒന്ന് XCM. എന്താണ് XCM? M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 XCM ആയി. Likewise YCM M1 Y1 plus M2 Y2 divided by M1 plus M2. Likewise ZCM is equal to M1 Z1 plus M2 Z2 divided by M1 plus M2. നോക്കിയ കുട്ടികളെ, എന്തിനാണ് ഞാൻ ഇവിടെ ഇത് വെക്ടർ കമ്പോണന്റ് ഫോമിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? ഓൾറെഡി ഞാൻ കമ്പോണന്റ് ഫോമിൽ എഴുതാൻ കാരണം ഇതിനെ 3 ഇക്വേഷനാക്കി മാറ്റാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. കറസ്പോണ്ടിങ് കോമ്പോണന്റുകൾ മാത്രം എടുത്തുകൊണ്ട് 3 ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി ഒറിജിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ, സെൻറ്റർ ഓഫ് മാസ് ഇറ്റ് സെൽഫ് ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ M1 x1 plus M2 x2 is equal to divide by M1 plus M2 എന്നുള്ളത് XCM ആണല്ലോ. XCM ഇവിടെ 0 ആണ്, ഒറിജിൻ ആണ്. അപ്പം M1 by M2 മാഗ്നിറ്റ്യൂഡ് വൈസ് അല്ലെങ്കിൽ x1 by x2 x1 by x2 എന്ന് പറയുന്നത് M2 by M1. അപ്പം സെൻറ്റർ ഓഫ് മാസ് ഡിവൈഡ്സ് the total separation in inverse ratio of masses. സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ഓരോ പാർട്ടിക്കിളായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അത് മാസിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയും സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയെക്കുറിച്ച് നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകാം, എന്നാലേ നമുക്ക് ഈ തിയറി പാർട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. M × RCM എന്ന് പറഞ്ഞാൽ M1 R1 പ്ലസ് M2 R2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഈ M1 പ്ലസ് M2 എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ M ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. M1 M2 മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് മാറുമല്ലോ. R1 മാറും M1 മൂവ് ചെയ്യുകയാണെങ്കിൽ, M2 മൂവ് ചെയ്യുകയാണെങ്കിൽ R2 മാറും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പൊസിഷൻ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആറും ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിൽ ചേഞ്ച്. പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ ഓഫ് മാസ് ഈസ് മൂവിങ് എന്ന അർത്ഥം. അതൊരു മെറ്റീരിയൽ പാർട്ടിക്കിൾ അല്ല, അതൊരു മാത്തമെറ്റിക്കൽ പോയിന്റ് ആണ്. എങ്കിലും അതിൻ്റെ കോർഡിനേറ്റ് മാറുകയാണ്. ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് മാറുകയാണ്, ആ പോയിന്റ് മൂവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ക്യാൻ മൂവ്, സെൻറ്റർ ഓഫ് മാസ് ക്യാൻ ഹാവ് വെലോസിറ്റി. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എങ്ങനെ കിട്ടും? ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ M കോമൺ ആയിട്ട് പുറത്തിടാം. dRCM by dt എന്നുള്ളത് VCM എന്ന് എഴുതാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് R1ൻ്റെ ഡെറിവേറ്റീവ് V1, R2വിൻ്റെ ഡെറിവേറ്റീവ് V2. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ മാസ് ടൈംസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് M1 V1 എന്ന് പറയുന്നത് P1 ആണ്, ലീനിയർ മൊമെൻ്റ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ. M2 V2 എന്ന് പറയുന്നത് P2 ആണ്, ലീനിയർ മൊമെൻ്റ് ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ. എന്ന് പറഞ്ഞാൽ മാസ് ടൈംസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് P1 പ്ലസ് P2. P ആരുടെ? സിസ്റ്റത്തിൻ്റെ ലീനിയർ മൊമെൻ്റമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി? ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ ഫോർ യു. എന്താ? മാസ് ടൈംസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ മാസ് ഓഫ് ദ സിസ്റ്റം മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. രണ്ടും രണ്ട് സാധനമാണ് കേട്ടോ. സെൻറ്റർ ഓഫ് മാസിന് മാസ് ഇല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാലും അതൊരു പോയിന്റാണ്, മാത്തമെറ്റിക്കൽ പോയിന്റാണ്, അതിന് മാസ് ഇല്ല. പിന്നെ ഈ മാസ് ആരുടെയാണ്? സിസ്റ്റത്തിൻ്റെ മാസ്. ഇതാരുടെ വെലോസിറ്റിയാണ്? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. സിസ്റ്റത്തിൻ്റെ മാസിനെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒന്നിനെ വേറൊന്നുകൊണ്ട്. എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് മാസില്ല, സെൻറ്റർ ഓഫ് മാസിന് മാസില്ല, സിസ്റ്റത്തിന് മാസുണ്ട്. സിസ്റ്റത്തിൻ്റെ മാസിനെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. Momentum of the, it's a very important information. Momentum of the system is mass times velocity of center of mass. അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. See here, the total, what is that? The total momentum of the system of particle is equivalent to
പ്രോഡക്റ്റ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് വെലോസിറ്റി ഓഫ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ്. ഇനി ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് VCM, M ടൈംസ് VCM ഈസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. നമ്മൾ കുറച്ച് മുമ്പ് ഡിറൈവ് ചെയ്തേ ഉള്ളൂ. ഇത് ഈ ഇക്വേഷൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ടൈം ഡെറിവേറ്റീവ് എടുക്കുക. VCMൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക ACM, V1ൻ്റെ ടൈം ഡെറിവേറ്റീവ് A1, V2ൻ്റെ A2. അപ്പം M ACM ഈസ് ഈക്വൽ ടു M1 A1 പ്ലസ് M2 A2 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ ചെയ്യാം. M മാസ് ടൈംസ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, മാസ് ഓഫ് ദ സിസ്റ്റം ടൈംസ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് M1 A1 എന്ന് പറഞ്ഞാൽ എന്താ? F1 ആണ്, ഫസ്റ്റ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. M2 A2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അത് ഇന്റേണലും എക്സ്റ്റേണലും എല്ലാം കൂടെ കൂടിയ ഫോഴ്സ് ആണ്. അപ്പം മാസ് ടൈംസ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ F ടോട്ടൽ. ഈ F എന്ന് പറയുന്നത് രണ്ട് പാർട്ടുണ്ട്. ഒരു സിസ്റ്റത്തിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാസ് ടൈംസ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് F ഇന്റേണൽ പ്ലസ് F എക്സ്റ്റേണൽ. ഈ ഫോഴ്സിനെ രണ്ട് പാർട്ടാവാം, എക്സ്റ്റേണൽ. പക്ഷേ ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ ഫോഴ്സിന്റെ സം 0 ആണെന്ന് നിങ്ങൾക്കറിയാം. Because the internal force, all forces occur in pair. Internal force also occur in pair. When you add them up, you will get 0 value, 0 contribution. അപ്പോൾ ഇതൊരു വലിയ ഇൻഫർമേഷനാണ്. എന്താ F external എന്ന് പറയുന്നത്? എന്താണ്? മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ദിസ് ഓൾസോ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇത് നമ്മൾ പലപ്പോഴും പല പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഇതാണ്. വാട്ട്സ് എ മീനിങ് ഓഫ് ഇറ്റ്? വെറുതെ ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയണം. സെൻറ്റർ ഓഫ് മാസിന് ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിന് ആക്സലറേഷൻ ഉണ്ടാവില്ല. ദ പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ആക്സലറേഷൻ ഉണ്ടാവില്ല. എപ്പോഴാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ. ഓക്കെ, ആ കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ്സ് as if the mass of the system was concentrated at the center of mass and all external forces are applied directly there. സെൻറ്റർ ഓഫ് മാസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ ആക്സലറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് ഈസ് ആസ് ഇഫ് ദ എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദെയർ. ആക്ച്വലി എൻറ്റയർ മാസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നോ, ഇറ്റ്സ് എ മാത്തമെറ്റിക്കൽ പോയിന്റ്. ദർ ഇസ് നോ മാസ് കോൺസെൻട്രേറ്റഡ്, ബട്ട് ഇറ്റ് ബിഹേവിയർ ഈസ് ആസ് ഇഫ് ദ എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദെയർ ആൻഡ് ദ എൻറ്റയർ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി അപ്ലൈഡ് ദെയർ. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ആ രീതിയിലാണ്. സെൻറ്റർ ഓഫ് മാസ് ആക്സലറേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഫോഴ്സും ആ മാസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെയും മുഴുവൻ മാസും ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെയുമാണ് സെൻറ്റർ ഓഫ് ഫോഴ്സിന്റെ ബിഹേവിയർ. അപ്പൊ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പം വരെ എന്താണ് സെൻറ്റർ ഓഫ് മാസ് നിങ്ങളോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുമില്ല. ഇപ്പോഴാണ് പറയാൻ പറ്റിയ സമയം. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? Center of mass is the point. Center of mass of a system is the point in the system where the whole mass can be assumed to be concentrated. മുഴുവൻ മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ അസ്യൂം ചെയ്യാമാകുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഈസ് എ പോയിന്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഇനിയും സം ഫീച്ചേഴ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. It is the point where the whole mass can be assumed to be concentrated. It is the point about which moment of inertia of the system is minimum. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷേ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് വിച്ച് ആക്സിസ് ഈസ് മിനിമം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിൽ കമ്പയർഡ് ടു അതർ ആക്സിസ്, മറ്റുള്ള എല്ലാ ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിൽ നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ about that axis the body will have a minimum moment of inertia, and it is the point about which moment of force is 0. Moment of force multiplied by distance is 0. Okay, ഇനിയും നമുക്ക് shift of center of mass. This is very important and it will somehow a new topic for you. New topic in the sense ഇത് പലപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് നോക്കാം. Consider two particle of mass m1 m2 കോർഡിനേറ്റ് x1 x2. കണ്ടോ, m1ന്റെ m2ന്റെ കോർഡിനേറ്റ് നോക്കൂ കുട്ടികളെ, x1 x2.
If the coordinate have a shift delta x1 and delta x2, center of mass shifts by delta x. ആദ്യമേ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നമുക്ക് എഴുതാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്താ? സെൻറ്റർ ഓഫ് മാസ് XCM ഈസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. നമുക്കറിയാം. ഇനിയും ഈ ബോഡിക്ക് ഷിഫ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ M1 ഷിഫ്റ്റ്സ് ബൈ ഡെൽറ്റ x1. M1 has got a shift delta x1. M2 has also got a shift delta x2. അപ്പോൾ സെൻറ്റർ ഓഫ് മാസും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഡെൽറ്റ XCM. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഷിഫ്റ്റായി. x1 എന്നുള്ളത് x1 പ്ലസ് ഡെൽറ്റ x1 ആണ് ഇപ്പോഴത്തെ അതിൻ്റെ കോർഡിനേറ്റ്. x2 എന്നുള്ളത് x2 പ്ലസ് ഡെൽറ്റ x2 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്. XCM എന്നുള്ളത് XCM പ്ലസ് ഡെൽറ്റ XCM. അപ്പം XCM രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതണം? XCM പ്ലസ് ഡെൽറ്റ XCM അതാണ് ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്. M1 x1 എന്നുള്ളത് x1 പ്ലസ് ഡെൽറ്റ x1 പ്ലസ് M2 x2 എന്നുള്ളത് x2 പ്ലസ് ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇനിയും ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക കുട്ടികളെ. ഫസ്റ്റ് ഇക്വേഷൻ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ഫ്രം ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ, ലെറ്റ് മീ യൂസ് അനദർ ഇങ്ക് ഫോർ റൈറ്റിംഗ്. ദിസ് ഈസ് ദ ഇക്വേഷൻ യു വിൽ ഗെറ്റ്. ഡെൽറ്റ XCM ഈസ് ഈക്വൽ ടു M1 ഡെൽറ്റ x1, ഡോണ്ട് ഫർഗെറ്റ് ദിസ് ഇക്വേഷൻ, പ്ലസ് M2 ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. M1 plus M2. Okay, that is very 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 important equation. ഇനിയും എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിലോ? ഇനി നിങ്ങൾ ആലോചിച്ചേ, ഈ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഓൾറെഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെയായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. കൺസിഡർ എ സിസ്റ്റം വേർ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ആ സിസ്റ്റത്തിന്റെ സെൻറ്റർ ഓഫ് മാസ് ഓൾറെഡി റെസ്റ്റിലായിരുന്നു എന്ന് വിചാരിക്കുക. ലൈക്ക് 2 പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ 2 പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനിയും ഇതിന്റെ സെൻറ്റർ ഓഫ് മാസ് 2 പാർട്ടിക്കിൾ റെസ്റ്റിലായിരുന്നു, ഇതിന്റെ സെൻറ്റർ ഓഫ് മാസും റെസ്റ്റിലായിരുന്നു. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കേട്ടോ. ലെറ്റ് മീ യൂസ് ദിസ് വൺ. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇത് പാർട്ടിക്കിൾ നമ്പർ M1, ഇത് പാർട്ടിക്കിൾ നമ്പർ M2. സെൻറ്റർ ഓഫ് മാസും പാർട്ടിക്കിളും ഇപ്പം റെസ്റ്റിലാണ്. ഇനി ആ പാർട്ടിക്കിളിനെ നിങ്ങൾ ലിവ് ഇറ്റ്. അപ്പോൾ ദർ ഇസ് എ ഡെൽറ്റ x1, ദർ ഇസ് എ ഡെൽറ്റ x2, പക്ഷേ ദർ ഇസ് ഡെൽറ്റ XCM 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡെൽറ്റ XCM 0 ആയിരുന്നത്? ഈ പാർട്ടിക്കിളിന് ആക്സലറേഷൻ ഇല്ല. അത് റെസ്റ്റിലുള്ളത് റെസ്റ്റിൽ തന്നെയായിരിക്കും. ആ പോയിന്റിന് ആക്സലറേഷൻ ഇല്ല. അപ്പം ഡെൽറ്റ XCM എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഡെൽറ്റ XCM 0 ആണ്. ഇഫ് അത് പല പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യും. ഇഫ് F external is 0, then delta XCM generally is 0. If it was already at rest, it will be delta XCM 0. ഇതിൻ്റെ തിയറിയുടെ ഒരു മെജോറിറ്റി പാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയും നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് പ്രോബ്ലം? 2 block of mass 4 kg, 2 kg are connected by a light in a tensional string passing over a pulley. Find the acceleration of center of mass of the system when blocks are released from rest and moves gravity. ഈ 2 ബ്ലോക്കിനെ നമ്മൾ റിലീവ് ചെയ്തു. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. സപ്പോസ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഹിയർ. അതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 ബോഡിയുടെയും ആക്സലറേഷൻ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ബോഡിയുടെ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്, ഈ ബോഡിയുടെ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. കാരണം അറിയാലോ, വൺ ഈസ് ഹെവിയർ ദാൻ ദ അതർ. നിങ്ങൾക്ക് കോമൺ ആക്സലറേഷൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇത് കോമൺ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ടൈംസ് G. ഈ M1ഉം M2ഉം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10/3 എന്ന് കിട്ടും. 10/3 ദാറ്റ്സ് എ കോമൺ ആക്സലറേഷൻ. സിമ്പിളാണ്. M1ഉം M2 അപ്ലൈ ചെയ്യുക, G 10 എടുക്കുകയാണെങ്കിൽ 10/3 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ആക്സലറേഷൻ എത്രയായിരുന്നു? ഇതിനെ A1 എന്ന് വിളിക്കാം. A1 ഈസ് ഈക്വൽ ടു 10/3 എന്ന് പറഞ്ഞാൽ താഴേക്ക് ഞാൻ പോസിറ്റീവ് എടുത്തു. അപ്പോൾ ഇത് എത്രയായിരിക്കും? A2 ആക്സലറേഷൻ ഓഫ് സെക്കൻഡ് മാസ് ഈസ് ഈക്വൽ ടു മൈനസ് 10/3.
കാരണം അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്, ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ എഴുതാം? സി, ഇതൊരു വെക്ടർ ഇക്വേഷൻ ആണ്, നിങ്ങളത് ചിന്തിക്കണം. ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതാണല്ലോ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. Therefore, acceleration of center of mass is equal to m1a1. m1 എത്രയാണ്? 4. a1 എത്രയാണ്? 10/3 പ്ലസ് m2 എത്രയാണ്? 2. അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? മൈനസ് 10/3. 10/3 എന്ന് എടുക്കരുത്, ഡയറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2. That you will get 10 by, yes, 20 by, you will get it to be 10 by 9 meter per second. ഇത് എത്രയാണ്? പോസിറ്റീവാണ് നിങ്ങൾക്ക് കിട്ടിയത്. പോസിറ്റീവ് 10/9. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവ് എടുത്തത് നോക്ക്. പോസിറ്റീവ് ഏത് ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തത്? ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ പോസിറ്റീവ് ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഡൗൺവേർഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഈ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് ആൻ ആക്സിലേഷൻ ഡൗൺവേർഡ്. അപ്പോൾ 10/3 മീറ്റർ പെർ സെക്കൻഡ് ഡൗൺവേർഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ആദ്യമേ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, പിന്നെ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതും സിമ്പിളാണ്, നോട്ട് ടു മച്ച് ഡിഫിക്കൽട്ട്. നോക്കിക്കേ, 2 particles of mass 4 kg, 2 kg are located as shown in the below. The x and y coordinate of center of mass are. ഈ 2 പാർട്ടികൾ 2 കോർഡിനേറ്റ് ഇല്ലേ കുട്ടികളെ? അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് 2 കോർഡിനേറ്റ് ഉണ്ടാവും. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും. അതിന് ഓരോന്നും ഞാൻ എഴുതുകയാണ്. ഈ മാസിനെ നമുക്ക് m1 എന്ന് എടുക്കാം. ലെറ്റ് us take this mass m1 which is 4 kg. ഈ മാസ് നമുക്ക് m2 എന്ന് എടുക്കാം which is 2 kg. അപ്പം m1 ഓരോന്നും ഞാനിവിടെ എഴുതാൻ പോവാ. m1 is equal to 4 kg, x1 0, y1 0, കാരണം അത് ഒറിജിനിലാണല്ലോ ഇരിക്കുന്നത്. അതുപോലെ m2 എത്രയാണ്? m2 is equal to 2 kg. x2 എത്രയാണ്? x2 എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? x2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഇതാണ് x2. അത് ഈ ഡിസ്റ്റൻസ് 5 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ, ഡയഗ്രത്തിലുണ്ട്, എഴുതാൻ വിട്ടുപോയതാണ്. 5 ആണ് ആ ഡിസ്റ്റൻസ്. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ 5 cos 37. cos 37 4/5 ആണ്. അപ്പോൾ 5 × 4/5 4. അതുപോലെ y2 എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, ഇതാണല്ലോ y2. y2 എന്ന് പറഞ്ഞാൽ 5 sin 37. 5 sin 37. sin 37 എത്രയാണ്? 3/5. 5 × 3/5 3. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പം XCM ഉം YCM ഉം കണ്ടുപിടിക്കാം. XCM is equal to m1 x1 plus m2 x2 divided by m1 plus m2. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XCM is equal to m1 എത്രയാണ്? 4, x1 എത്രയാണ്? 0, പ്ലസ് m2 എത്രയാണ്? 2, x2 എത്രയാണ്? 4, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നത് എത്രയാണ്? 4 + 2. ഇത് 8/6 എന്ന് കിട്ടും. 8/6 എന്ന് പറഞ്ഞാൽ 4/3 ആണല്ലോ, 4/3. അതുപോലെ YCMൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. YCM is equal to m1 y1 plus m2 y2 divided by m1 plus m2. Then what is m1? 4, y1 0 plus m2 2, y2 3 divided by 4 plus 2. That 6/6 എന്ന് കിട്ടി, which is equal to 1. Therefore YCM is equal to 1. അപ്പോൾ XCM എന്ന് പറയുന്നത് 4/3ഉം YCM എന്ന് പറയുന്നത് 1ഉമാണ്. 4/3 and 1. Your answer is D. ഓക്കെ, ദാറ്റ് ഓൾസോ വാസ് നോട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? 2 പാർട്ടികളിലും 2 കോർഡിനേറ്റ് ഉണ്ട്. X കോർഡിനേറ്റും ഉണ്ട്, Y കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനും നമുക്ക് 2 കോർഡിനേറ്റ് ഉണ്ടാവും, X കോർഡിനേറ്റും. Z കോർഡിനേറ്റ് 2 പാർട്ടികളിലും ഇല്ല. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിനും Z കോർഡിനേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് Z കോർഡിനേറ്റ് 0 ആയിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ. ഇനി അടുത്തത് നോക്കിയാൽ കുട്ടികളെ, അടുത്തത് ലെറ്റ് us do next one. A rod of length L. A rod of length L is placed along x-axis between x is equal to 0 and x is equal to L.
let me see what is center of mass, rotation motion. Okay. Linear mass density lambda is equal to kx. K is a positive constant. The position of center of mass of the rod. ഇതൊരു യൂണിഫോം റോഡ് അല്ല, ഇതിൻ്റെ മാസ് ഡെൻസിറ്റി യൂണിഫോം അല്ല. ഇപ്പം നോൺ യൂണിഫോം റോഡിൽ നമ്മൾ നോൺ യൂണിഫോം ആയിട്ടുള്ള വസ്തുവാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് സി എം, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് നിങ്ങൾക്കറിയാം, ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ് ഡിസ്റ്റൻസിൽ ഒരു ഡി എക്സ് സ്ലിവർ എടുത്തു, ഡി എക്സ് തിക്നെസ് ഉള്ള ഒരു പോർഷൻ എടുത്തു. ഇതിൻ്റെ മാസാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി എം എന്ന് പറയുന്നത്. ഡി എം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡി എം എങ്ങനെ എഴുതുക? ഡി എം ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ഡി എക്സ്. ലാംഡ എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്? കെ എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡി എം ഈസ് ഈക്വൽ ടു കെ എക്സ് ഡി എക്സ്. കെ എക്സ് ഡി എക്സ്. ദെയർഫോർ എക്സ് സി എം ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ എക്സ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു കെ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ കെ എക്സ് ഡി എക്സ്. കെ കോൺസ്റ്റൻ്റ് അല്ലേ കുട്ടികളെ? ഇവിടുന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം കെ. പക്ഷേ എക്സ് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, എക്സ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് സി എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. കുട്ടികളെ ഇത് 0 to L, ഇത് 0 to L. ഇത് സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻ്റഗ്രേഷൻ. എക്സ് സ്ക്വയർ ഡെറിവേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് സി എം ടേൺസ് ഔട്ട് ടു ബി 2L by 3 എന്ന് കിട്ടും. 2L by 3. ദാറ്റ്സ് സോ സിമ്പിൾ, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഓക്കെ, ആ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കറിയാം. ഇനി അടുത്ത നോക്കിയ കുട്ടികളെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ഹയർ ഓർഡർ തിങ്കിങ് ആണ് വേണ്ടത്. 2 balls of equal mass. കണ്ടോ, ഈക്വൽ മാസ് എന്ന് പറയുന്നുണ്ട്. ഈക്വൽ മാസ് ആർ പ്രൊജക്റ്റഡ് അപ്വേർഡ് സൈമൾട്ടേനിയസ്ലി. അപ്വേർഡ്, രണ്ടും അപ്വേർഡാണ്. One from the ground with speed 50 and other from a 40 high tower with initial speed 30 meter per second. Find the maximum height attained by center of mass. Center of mass attain ചെയ്ത മാക്സിമം ഹൈറ്റാണ് വേണ്ടത്. സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഹിയർ. അത് എത്ര ഹൈറ്റ്, ഈ ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് എത്ര ഹൈറ്റിൽ മൂവ് ചെയ്ത് താഴേക്ക് വരും, ഇതാണ് നമുക്ക് അറിയേണ്ടത്. സെൻറ്റർ ഓഫ് മാസ് ഇനീഷ്യലി ഇവിടെയാണെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാം, സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന്. എന്നിട്ട് അത് എത്രമാത്രം ഹൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ, മാക്സിമം ഹൈറ്റ് വരെ. അപ്പം ഈ രണ്ട് പാർട്ടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയാമോ? ഈ രണ്ട് പാർട്ടികളുടെയും മോഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് ആണ്. അണ്ടർ ഗ്രാവിറ്റിയാണ് രണ്ട് പാർട്ടികൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെയും മോഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AS. എസ് എന്ന് പറയുന്നത് ഞാൻ y മൈനസ് y0 എന്ന് എഴുതുകയാണ്. y എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് y0, ഇത് y, ഇവിടം വരെ y. ഇത് ഞാൻ y ഈസ് ഈക്വൽ ടു 0 എടുക്കുന്നു, ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നിട്ടുള്ള സംഭവം എല്ലാം എഴുതാം. M1 എത്രയാണ്? ഇത് M1, M രണ്ടും ഒരേ മാസല്ലേ. y1 എത്രയാണ്? ഇത് ഒറിജിനായിട്ട് എടുത്തു 0. u1 എത്രയാണ്? 50. a1 എത്രയാണ്? -10. എങ്ങനെയാണ് -10 വന്നതെന്ന് മനസ്സിലായോ? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡൗൺവേർഡ്, അപ്വേർഡ് ഡയറക്ഷൻ ഐ ഹാവ് ടേക്കൺ പോസിറ്റീവ്. അതുപോലെ ഈ പാർട്ടിക്കിളിൻ്റെയും കാര്യങ്ങളെല്ലാം എഴുതാം. M2 എത്രയാണ്? M. u2 എത്രയാണ്? 30. ക്വസ്റ്റ്യനിലുള്ളതാണ്, 30 അപ്വേർഡ്. y2 എത്രയാണ്? അതിൻ്റെ പൊസിഷൻ അത് എത്രയാണ് നോക്കട്ടെ. പൊസിഷൻ ഈക്വൽ മാസ് സൈമൾട്ടേനിയസ്ലി 1 ഫ്രം ദ ഗ്രൗണ്ട് 50 മീറ്റർ, അത് 40 എന്നുണ്ട്. അതുപോലെ a2 എത്രയാണ്? അതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? -10. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ആർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ ബോഡിക്കുമല്ല, ഈ ബോഡിക്കുമല്ല, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അറിയണം, ഫൈനൽ പൊസിഷനാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതിന് ഇനീഷ്യൽ പൊസിഷൻ അറിയണം, ആക്സലറേഷൻ അറിയണം, ഇനീഷ്യൽ വെലോസിറ്റി അറിയണം. ഫൈനൽ വെലോസിറ്റി 0 ആണ്, കാരണം ഇറ്റ് ഹാസ് ഗോൺ ടു എ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞത്.
മാക്സിമം ഹൈറ്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇത് ഓരോന്നും കണ്ടുപിടിക്കാൻ പോവുക. എന്താ y0 ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ y0 എത്രയാണ്? y0 എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും ഒരേ മാസമുള്ള ബോഡി ആയതുകൊണ്ട് ആവറേജ് എടുത്താൽ മതി. കണ്ടോ, m1ഉം m2ഉം സെയിം ആണ്. അല്ലെങ്കിൽ m1 y1 പ്ലസ് m2 y2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്ന് എഴുതണം. ഇവിടെ എനിക്ക് സിംപിളി ഒരേ മാസം ആയതുകൊണ്ട് y1 പ്ലസ് y2 ബൈ 2 എന്ന് എഴുതിയാൽ മതി. y1 എത്രയാ? 0. y2 എത്രയാ? 40 ബൈ 2 എത്രയാണ്? 20 മീറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് 20 മീറ്ററിലാണ് ഉള്ളത്. കണ്ടോ, ഇവിടെ 20 മീറ്ററിലാണ് ഉള്ളത്. അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് UCM എന്ന് പറഞ്ഞാൽ എന്താ? u1 പ്ലസ് u2 ബൈ 2 എടുത്ത് ആവറേജ് എടുത്താൽ മതി. മാസ് സെയിം അല്ലേ? u1 എത്രയാണ്? u1 50. u2 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 40. ഓക്കെ. അതുപോലെ ACM ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് a1 പ്ലസ് a2 ബൈ 2. a1 എത്രയാ? -10. യു ഹാവ് ടു ടേക്ക് കെയർ, ആക്സലേഷൻ ഈസ് ഡൗൺവേർഡ്. മുകളിലോട്ടുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു, പക്ഷേ ആക്സലേഷൻ നെഗറ്റീവാണ്. പ്ലസ് -10 ബൈ 2 അതെത്രയാണ്? -10. ലെറ്റ് മീ ഹാവ് -10. ഇനി നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ കണ്ടുപിടിച്ചതെല്ലാം ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ദിസ് ഇക്വേഷൻ ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഈ ഇക്വേഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. v² എന്ന് പറഞ്ഞാൽ 0². എങ്ങനെയാണ് 0 ആയത്? മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കാണിച്ചു. അറ്റ് മാക്സിമം ഹൈറ്റ് ദ ഫൈനൽ വെലോസിറ്റി 0. സ്ക്വയർ, സോറി ലിറ്റിൽ ചേഞ്ച്, മൈനസ് u എത്രയാണ്? 40 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. a എത്രയാണ്? -10. y മൈനസ് y0 എത്രയാണ്? 20. ഇപ്പം നമുക്ക് എത്ര കിട്ടി? ഈ മൈനസും പോയി. 2 കൊണ്ട് ഇത് വാട്ട് വിൽ യു ഗെറ്റ്? 16 80 ഈസ് ഈക്വൽ ടു y മൈനസ് 20 എന്ന് കിട്ടി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 80 പ്ലസ് 20 100 മീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് വിൽ ഗോ ആസ് ഹൈ ആസ് 100 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഇവിടുന്ന് 100 മീറ്റർ. സെൻറ്റർ ഓഫ് മാസ് 100 മീറ്റർ. ഇറ്റ് വിൽ ഗോ അപ് ടു ഹിയർ ആൻഡ് കം ഡൗൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഹോമോജീനിയസ് ഡിസ്ക് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r is kept in xy plane with its center coinciding with origin as shown below. A small disk of radius r/2 is taken out. The x coordinate of center of mass of the remaining portion. ഇവിടുന്ന് ഈ ഡിസ്കിൽ നിന്ന് ഇത്രയും ഡിസ്ക് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഈ റീമെയിനിങ് പോർഷൻ, റീമെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് കുട്ടികളെ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എത്രയായിരുന്നു? എടുത്ത് കളയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ എടുത്ത് കളഞ്ഞത് തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. തിരിച്ചിവിടെ വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് ദാ ഇവിടെയായിരിക്കുമല്ലോ. ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ മാസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ റിമൂവ്ഡ് മാസ്, ഇതിൻ്റെ ടോട്ടൽ മാസ് m ആണെങ്കിൽ ഈ റിമൂവ്ഡ് മാസ് m/4 ആയിരിക്കും. അതെങ്ങനെ എനിക്ക് മനസ്സിലായി m/4 ആണെന്ന്? നിങ്ങൾ ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ മാസിനെ, ഇതിൻ്റെ മൊത്തം മാസ് m ആണല്ലോ, ഈ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ m എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള പോർഷൻ്റെ മാസ് അപ്പോൾ എത്ര കിട്ടും? 3m/4. മൊത്തം m ആണല്ലോ, അതിൽ m/4 പോയാൽ 3m/4. ഇനി ഇത് തിരിച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിവിടെ വെച്ചു എന്ന് വിചാരിക്കുക. സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ആയില്ലേ? അപ്പം ഞാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. xcm ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് അപ്ലൈ ചെയ്യുക. xcm ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. എൻ്റെ സിസ്റ്റം ഏതാണെന്നറിയാമോ? റിമൂവ്ഡും റീമെയിനിങ് കൂടെ ഒറ്റ സിസ്റ്റമായിട്ട് ഞാൻ എഴുതും. എന്ന് പറഞ്ഞാൽ റിമൂവ്ഡിന് ഇൻഡിവിജ്വൽ സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്, റീമെയിനിങ്ങിനും ഇൻഡിവിജ്വൽ സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. പക്ഷേ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് പഴയ സ്ഥാനത്ത് തന്നെ വരും. പഴയ സ്ഥാനം ഇത് ഒറിജിനായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു m1 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് എൻ്റെ m1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റിമൂവ് ഇത് തിരിച്ച് ഞാൻ വെച്ചു എന്ന് വിചാരിക്കുക. m1 എന്ന് പറയുന്നത് എന്താണ്? m/4. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എത്രയാണെന്ന് നമുക്കറിയാം. എത്ര ദൂരത്താണ്? r/2 അല്ലേ? അപ്പോൾ ഇൻറ്റു r/2 m1 x1. m2 എന്ന് പറയുന്നത് 3m/4
R2 എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല, അത് എക്സ് ആയിക്കോട്ടെ. ആ എക്സ് എനിക്ക് R2 അല്ല, X2 എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല, അത് എക്സ് ആയിക്കോട്ടെ. X2 എന്ന് പറയുന്നത് എക്സ്, അത് കണ്ടുപിടിക്കണം. ടോട്ടൽ മാസ് എം. അപ്പോൾ ഇവിടെ നമുക്ക് m/4, യു ആർ ഇക്വേറ്റിംഗ് വിത്ത് 0. ഇപ്പുറത്തെ സൈഡ് 0 അല്ലേ, അപ്പോൾ m/4 രണ്ടിടത്തുനിന്ന് വെട്ടിക്കളയാം, ഈ എം വെട്ടിക്കളയാം. ഫൈനലി നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ r/2, ദിസ് ഈസ് ദ ഇക്വേഷൻ, r/2 പ്ലസ് 3x/4, 3x/4 എല്ലാം വെട്ടിപ്പോയതാണ്, ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -r/6. ഈ മൈനസിൻ്റെ റെലവൻസ് എന്താണ് കുട്ടികളെ? മൈനസിൻ്റെ റെലവൻസ് എവിടെയാണ്? ഈ റിമൈനിങ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ടു ദ ലെഫ്റ്റ്. പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടു ദ റൈറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ദെർഫോർ ദ ആൻസർ ഈസ് -r/2. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന് പകരം ചിലപ്പോൾ സ്പിയർ ചോദിക്കും, സ്പിയറിൽ നിന്ന് റിമൂവ് ചെയ്തു എന്ന് പറയും. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ, ബട്ട് ദ മെത്തേഡ് ഈസ് ദ സെയിം. ലെറ്റ് മീ ഡു വൺ മോർ പ്രോബ്ലംസ്, ഓൺലി വൺ മോർ പ്രോബ്ലംസ്. ഓക്കെ, അതേതാണെന്ന് നോക്കാം. എ പേഴ്സൺ ഓഫ് മാസ് 60 kg സ്റ്റാൻഡ്സ് ഓൺ ദ പ്ലാങ്ക് ഓഫ് മാസ് 20 kg ആൻഡ് ലെങ്ത് 20 meter. Plank is kept at frictionless if the man slowly walks to the other end of the plank, distance traveled by plank. ഇതൊരു മാൻ ആണെന്ന് വിചാരിക്കുക, ഇതൊരു പ്ലാങ്ക്. മാൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നു, പ്ലാങ്ക് എത്രമാത്രം മൂവ് ചെയ്യും? പ്ലാങ്ക് ആക്ച്വലി ബാക്കോട്ടാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. സപ്പോസ് പ്ലാങ്ക് മൂവ് എ ഡിസ്റ്റൻസ് എക്സ്, അത് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അറിയത്തില്ലാത്ത ക്വാണ്ടിറ്റിക്ക് ആദ്യമേ മൈനസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആൻസറിൽ മൈനസ് തന്നെ വന്നോളൂ. ഓക്കെ, അത് ഈ പ്ലാങ്കിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 20 അല്ലേ, ഇത് 20, അപ്പോൾ ഇതും 20. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ there is no external force here. There is no external force. 1 minute. There is no external force. Okay, excuse me. There is no external force acting on it. ഇത് ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സർഫസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചതിൻ്റെ അപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് എഫ് എക്സ്റ്റേണൽ ഈസ് 0. വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ഡെൽറ്റ എക്സ് സി എം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദ സെൻറ്റർ ഓഫ് മാസ് ഷുഡ് നോട്ട് ഹാവ് എനി ഷിഫ്റ്റ്. ഇപ്പോൾ ഡെൽറ്റ എക്സ് സി എം എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് സി എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? ഡെൽറ്റ എക്സ് സി എം ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലേ? ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ബട്ട് യു ആർ ഇക്വേറ്റിംഗ് ഇറ്റ് വിത്ത് 0. m1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് m1 എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ 60, ഇദ്ദേഹത്തിൻ്റെ മാസ് എടുക്കാം, ഇതാണ് m1. m2 എന്ന് പറയുന്നത് ഈ പ്ലാങ്കിൻ്റെ മാസ് എത്രയാണ്? 20 kg. അപ്പോൾ m1 എന്ന് പറയുന്നത് 60, x1 എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഉള്ള ആളായിരുന്നു, ഇവിടം വരെ എത്തി, അദ്ദേഹത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് x പ്ലസ് 20 പ്ലസ് m2 എന്ന് പറയുന്നത് പ്ലാങ്കിൻ്റെ മാസ് 20. പ്ലാങ്കിൻ്റെ ഷിഫ്റ്റ് എത്രയാണ്? പ്ലാങ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എത്ര ഷിഫ്റ്റ് ചെയ്തു? അല്ലെങ്കിൽ പ്ലാങ്ക് എത്ര ഷിഫ്റ്റ് ചെയ്തു? എക്സേ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡിവൈഡ് ബൈ m1 പ്ലസ് m2ൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിയർ ഇസ് എ 0. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 80x ഈസ് ഈക്വൽ ടു 1200 എന്ന് കിട്ടി. 20 plus 60. Okay. Therefore, you will get x minus ഉണ്ട്. There's a minus. X is equal to minus 15 meter എന്ന് കിട്ടി. ഈ മൈനസിൻ്റെ റെലവൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദിസ് പ്ലാങ്ക് ഹാസ് മൂവ്ഡ് ബാക്ക് എന്നർത്ഥം. പ്ലാങ്ക് ഇദ്ദേഹം മുന്നോട്ട് ട്രാവൽ ചെയ്തപ്പോൾ പ്ലാങ്ക് ബാക്കോട്ട് മൂവ് ചെയ്തു. അതാണ് ഈ മൈനസിൻ്റെ റെലവൻസ്. അപ്പോൾ ഈ ലൈവ് സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ റാപ്പിഡ് റിവിഷൻ പ്ലാനുമായി സൈലം വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. എപ്പോഴൊക്കെ ലൈവ് ഉണ്ടെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ബി ബെനിഫിഷ്യബിൾ ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. വിഷ് യു എ ഗ്രാൻഡ് സക്സസ്. താങ്ക് യു.